എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണെന്ന് നോക്കുന്നത് നാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഫയലുകളാണ് നിങ്ങൾ കാണുക. ആ വ്യക്തിയും ആയിട്ടുള്ള റീയൂണിയൻ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതാണ് നാം നോക്കുന്നത്. റീയൂണിയൻ സംഭവിക്കുമോ എന്നുള്ളതാണ് നാം നോക്കുന്ന സബ്ജക്റ്റ്. തീർച്ചയായിട്ടും നമുക്ക് ഈ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തെ കാർഡ് നമുക്കെടുക്കാം. ആദ്യത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നു. നിങ്ങളൊരു നിരവധി ചോദ്യങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങൾക്കിനി എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ. സത്യത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ദുഃഖങ്ങളുണ്ടായിരുന്നു, കൃത്യമായ ദുഃഖമുണ്ടായിരുന്നു. ആ വ്യക്തിയുമായി പിണങ്ങിയപ്പോൾ, ആ വ്യക്തിയുമായി അകന്നപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീർത്താൽ തീരാത്ത ദുഃഖങ്ങൾക്ക് കാരണമായി. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അത്. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതായിരുന്നു അത്. എന്നെന്നും ആ വ്യക്തി കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ വ്യക്തി യഥാവിധി നിൽക്കുന്നു. നിങ്ങൾക്ക് കഴിയില്ല ആ വ്യക്തിയുമായിട്ട് പിരിയാൻ. അകൽച്ചകൾ മാത്രമാണ്. ആ അകൽച്ചകൾ ഏറ്റവും അതിവേഗം മാറ്റപ്പെടും. അത് അടുക്കലുകളാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച നിമിഷങ്ങൾ എന്ന് പറയുന്നത് ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്നുള്ളൊരു ജീവിതം. അതല്ലാതെ നിങ്ങൾക്കൊന്നും ആഗ്രഹമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ആ വ്യക്തിയുമായി ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോവുക. നിങ്ങൾക്കല്ലാതെ കഴിയില്ല. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശക്തിയോട് അഗമമായി പ്രാർത്ഥിച്ചതും അത് തന്നെയാണ്. ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അല്ലാതെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലില്ല. അല്ലാതെ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ മനസ്സ് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് തിരസ്കരിക്കപ്പെട്ട കരങ്ങൾ വീണ്ടും നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ്, നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമം അറിഞ്ഞ് തിരിച്ചു വരുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെ തിരസ്കരിച്ച് പോയവർ, തെറ്റു പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു. നിങ്ങളെ മനസ്സിലാക്കാതെ പോയവർ, നിങ്ങളെ അറിയാതെ പോയവർ, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനകൾ സമ്മാനിച്ചു പോയവർ തിരിച്ചു വരുന്നു. അവർക്ക് തെറ്റുപറ്റി, അവർ തിരിച്ചു വരികയാണ്. നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ദുഃഖമായി. അപ്പോൾ ഏതോ ഒരു പ്രേരണ കൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തി പോവുകയും ചെയ്ത വ്യക്തിയാണ് തിരിച്ചു വരികയാണ്. നിങ്ങൾ സഹതാപം അർഹിക്കുന്നു, നിങ്ങൾ നീതി അർഹിക്കുന്നു. നിങ്ങൾ തെറ്റുകാരനോ അല്ല എന്നുള്ള അവരുടെ കണ്ടെത്തലിൽ നിന്ന് അവർ തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നു. നിങ്ങളെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെക്കായ എല്ലാ കാര്യങ്ങളും ഇനി പൂർവാധികം ഭംഗിയോടെ നടക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ചക്രം അത് തിരിയാൻ പോവുകയാണ് പോസിറ്റീവായിട്ട്. ഒരുപാട് കാര്യങ്ങൾ സ്റ്റെക്കായി കിടക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ തടസ്സം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. ഒന്നും നടക്കുന്നില്ല. എല്ലാം ഒരു സ്റ്റക്കായി പോയ അവസ്ഥ. പ്രണയം, ജീവിതം, കരിയർ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സ്റ്റക്കായി പോയി. പക്ഷെ അതൊക്കെ ഒരു പോസിറ്റീവ് എനർജിയിൽ ഇപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹത്താലും നിങ്ങളുടെ മനസ്സിൽ ആ സ്റ്റക്കായ അവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ ഭയപ്പെട്ട്, വളരെ ദുഃഖിച്ച്, ഇനി എന്ത് എന്ന് അറിയാതെ നിങ്ങൾ സ്റ്റക്കായി നിന്നൊരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു. ഏറ്റവും നല്ല വഴി നിങ്ങൾക്ക് തേടി തുറന്നു കിട്ടുന്നു. ഇനി ആശങ്കപ്പെടേണ്ട. ആ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ തീർച്ചയായിട്ടും സംഭവിക്കും. ആ വ്യക്തിയായിട്ട് തന്നെ തിരിച്ചു വരും. ആ വ്യക്തിക്ക് മനസ്സിലാവും നിങ്ങൾ നല്ലതായിരുന്നു. മറ്റുള്ള ആളുകൾ പല പ്രലോഭനങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരല്ല സത്യം നിങ്ങളായിരുന്നു എന്നുള്ള ബോധ്യപ്പെടൽ ആ വ്യക്തിക്കുണ്ടാവുന്നു. നിങ്ങളുടെ സ്വപ്നം പോലെ നിങ്ങൾ ആ പ്രണയത്തിൻ്റെ, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടുപോകും, നിങ്ങളുടെ പ്രണയം എങ്ങനെ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് പോകാൻ കഴിയും. ഒരു ആരാമത്തിലേക്ക് എന്ന പോലെ സ്വപ്നതുല്യമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പതുക്കെ നടന്നെത്താൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ
കൃത്യമായി മനസ്സിലാക്കുന്ന തലത്തിൽ എത്താൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ചില ആളുകൾ ആ സംശയങ്ങളെ വല്ലാതെ വഷളാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഉണ്ടായിരുന്നു ചില സംശയങ്ങൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച്. ആ ബന്ധത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. ആ ബന്ധത്തിൽ വെറുതെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു. അവരുടെ ശ്രമങ്ങൾ നിങ്ങളും വിശ്വസിച്ചു പോയി. ഒരു തെല്ല് മാത്രയിൽ ചിലപ്പോഴെങ്കിലും നിങ്ങളും ആ വ്യക്തിയെ അവിശ്വസിച്ചു. ആ വ്യക്തി ശരിയല്ലെന്നും ആ വ്യക്തിക്ക് തെറ്റുപറ്റിയെന്ന് നിങ്ങളും കരുതി. അങ്ങനെ രണ്ട് ഭാഗത്തുനിന്നുമായി നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാനായിട്ട് ചിലർ ശ്രമിച്ചു. നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സഹായിക്കുമെന്ന് വിചാരിച്ച ആളുകൾ പോലും നിങ്ങളെപ്പറ്റി നല്ല വാക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പറഞ്ഞില്ല. അത് നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ വിശ്വസിച്ച ആളുകൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യം നിങ്ങളുടെ വ്യക്തി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമം തോന്നി. അത് മാത്രം പറയരുത്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും ദേഷ്യം തോന്നിയത്. കാരണം ചെയ്യാത്ത തെറ്റ്, ആലോചിക്കാത്തത്, എങ്ങനെ ഇതിങ്ങനെ മെനഞ്ഞെടുക്കുന്നു ഇവർ, ഏത് കോണിലൂടെയാണ് ഇവരിത് കൊണ്ടുവന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു. കാരണം അല്പം പോലും സത്യമല്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു. മനസ്സിൽ ഒരുപാട് വേദന നിങ്ങൾക്ക് അതുമൂലം ഉണ്ടായി. ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങൾ നിങ്ങളിൽ ആരോപിച്ചപ്പോൾ, ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായി. എങ്ങനെ ഇതിനെ മറികടക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു. എങ്ങനെ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു. ഒരു വഴിയില്ലാത്ത അവസ്ഥയുണ്ടായി. ഒരു വഴിയില്ലാതെ എങ്ങനെ കുറേ പേര് നിങ്ങൾ വിശ്വസിച്ചു പോയി. നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കൊക്കെ ഇടയിൽ ചില ആളുകൾ നിങ്ങളായിട്ട് കൊടുത്തുകൊണ്ട്, നിങ്ങളായിട്ട് അവസരം നൽകിക്കൊണ്ട് അവർ വിശ്വസിച്ച് അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ പേരിൽ ഇപ്പോൾ ദുഃഖിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുക മാത്രമല്ല, നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളെ തക്കം കിട്ടും ആക്രമിക്കുകയും ചെയ്യുന്നവരായിരുന്നു. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയണമെന്ന് അവർ ആഗ്രഹിച്ചു. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവരുടെ ഒന്നും സഹായങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ല. പക്ഷേ ഇനി നിങ്ങളെ സഹായിക്കുന്നവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, ഇനി ആ ദുർഘട സാഹചര്യം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് കയറാൻ, വീണ്ടും എത്താനും ആ വ്യക്തിയുമായിട്ടുള്ളൊരു റീയൂണിയൻ സാധ്യമാക്കാനായിട്ട് സഹായിക്കുന്നവരെ മാത്രമേ നിങ്ങളിൽ കാണൂ. എല്ലാവരും ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്യും. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കുന്നതിൽ സഹായിക്കും. നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ആ ഇഷ്ടം, സ്നേഹം, അത് പഴയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ, അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുന്നവർ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളെ ഉപദ്രവിച്ച ആളുകളുണ്ടല്ലോ, അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ ഉപദ്രവിച്ച ആളുകൾ ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സമാധാനമില്ലാതെ അവരുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ട് അവർ ഓടി മറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു നൽകും. നിങ്ങളുടെ ശക്തി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.